إن الحمد لله نحمده ونستعينه ونؤمن به وتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടു കൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിനെ ത്വഅത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അല്ലാഹുവിൻ്റെ ദീൻ പരമാവധി നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ, മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ പകർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം പലർക്കും പറ്റാതെയാകും. ഇങ്ങനെയൊക്കെ വേണ്ടതുണ്ടോ? മതം ഇത്ര കണിശമായി ആചരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരാൻ തുടങ്ങും. അത് കേവലം ചോദ്യങ്ങൾ മാത്രമായിരിക്കുകയില്ല. നമ്മെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഭാവിയിൽ നിങ്ങൾക്ക് വലിയ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ രൂപത്തിലുള്ള ഭീഷണികൾ മുഴക്കാനുമൊക്കെ ആരംഭിക്കും. അല്ലാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിയും ഈ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച്, അങ്ങനെ മറ്റുള്ളവരുടെ തുറിച്ചുനോട്ടത്തിനും ആക്ഷേപത്തിനും വിധേയരാകുന്ന ആളുകളെക്കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഗുറബ എന്നാണ്, അപരിചിതർ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിൽ ഗുറബ, തൂബാ ലിൽ ഗുറബ. അങ്ങനെ അപരിചിതത്വം അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അനുമോദനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവരെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു, നാസുൻ സാലിഹൂന ഖലീൽ ഫി നാസി സൗഇൻ കസീർ. ധാരാളം മോശം ചെയ്യുന്ന ആളുകൾക്കിടയിൽ നന്മകൾ ചെയ്യുന്ന കുറച്ചു പേരാണവർ. ലഹരിയിൽ അമർന്ന ഒരു സമൂഹത്തിനിടയിൽ, മുതിർന്നവർക്ക് പരിഗണന നൽകാത്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ, മാതാപിതാക്കൾക്ക് ഒരു വിലയും നൽകാത്ത സമൂഹത്തിന്റെ ഇടയിൽ, ഉദാര ലൈംഗികത ജീവിതത്തിന്റെ ഭാഗമായി ചേർത്തുവെച്ച സമൂഹത്തിന്റെ ഇടയിൽ, അതിലൊന്നും ഏർപ്പെടാതെ മാതാപിതാക്കളെ പരിഗണിക്കുന്ന, മുതിർന്നവരെ പരിഗണിക്കുന്ന, ചെറിയവരോട് കരുണ കാണിക്കുന്ന, ലഹരിയിൽ ഏർപ്പെടാത്ത സ്വാലിഹീങ്ങളായി ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ. എന്നാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ അന്യരായി കാണുന്ന, ഈ ആളുകളെ വന്യമായി നോക്കുന്ന, അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിൽ ഗുറബ. അങ്ങനെ അപരിചിതത്വം അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക്
അങ്ങനെ അപരിചിതത്വം അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അനുമോദനങ്ങളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മാതാപിതാക്കൾക്ക് മുമ്പത്തേതിനേക്കാളുമേറെ ആദരവും പരിഗണനയും അവർ നൽകും. ഭാര്യമാർക്ക് മുമ്പത്തേതിനേക്കാളേറെ സ്നേഹം അവർ നൽകും. അവരുടെ അയൽവാസികൾക്ക് അവരെ കൊണ്ടൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. നാട്ടുകാർക്കും രാജ്യത്തിനും സമൂഹത്തിനും അവരെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. എന്നാലും സ്വാലിഹീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ച അഖീദ തൗഹീദ് അതിൽ കളങ്കം വരാതെ സൂക്ഷിച്ചതിന്റെ പേരിൽ, തൗഹീദും ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ, ശിർക്കിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരുന്ന ശിർക്കിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെടുന്ന ആളുകൾ. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദഅ. ഇസ്ലാം അപരിചിതാവസ്ഥയിലാണ് തുടങ്ങിയത്, ആ അവസ്ഥയിലേക്ക് മടങ്ങുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ചപ്പോൾ, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഒറ്റപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തിനെ നാട്ടുകാർ തുറിച്ചു നോക്കാൻ തുടങ്ങി, നാട്ടുകാർ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40-50 വർഷം ജീവിച്ച സമൂഹം, 40-50 വർഷം ജീവിച്ച നാട്ടിൽ, ആ നാട്ടിലെ ആളുകൾ അതുവരെ ആരുടെ കൂടെയാണോ ജീവിച്ചത് ആ നാട്ടുകാർ ഇവരെ അന്യരായി അപരിചിതരായി നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയെന്നു മാത്രമല്ല ആക്ഷേപങ്ങൾ അവർക്കെതിരെ ചൊരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം ആ സമൂഹത്തിൽ ജീവിച്ചു. ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് അഭിപ്രായങ്ങൾക്കും റസൂലിന്റെ അഭിപ്രായങ്ങളെ മുന്തിച്ചു. അത്രയും വലിയ പരിഗണന 40 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ നൽകി. 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുത്തപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് നൽകണം, മറ്റൊരു സൃഷ്ടിയിലേക്കും ഇബാദത്ത് തിരിക്കാൻ പാടില്ല എന്ന അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനം അത് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിച്ചവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ തുടങ്ങി. അല്ലാഹു പറയുന്നു, വഇദാ റഔക യത്തഖിദൂനക ഇല്ലാ ഹുസുവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ അവർ പരിഹസിക്കുമായിരുന്നു. എന്നിട്ട് അവർ ചോദിക്കും, അഹാദല്ലദി ബഅസല്ലാഹു റസൂല. ഇവനെയാണോ അല്ലാഹു റസൂലായി അയച്ചത്? അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തൻ എന്നവർ വിളിച്ചു. അഇന്ന വയഖൂലൂന അഇന്ന ലതാരികു ആലിഹതിന ലിശാഇരിൻ മജ്നൂൻ. ഭ്രാന്തനായൊരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ഇലാഹുകളെ ഒഴിവാക്കുകയോ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാസത്തിലും കുത്തുവാക്കുകളിലും അവർ ഒതുക്കിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ക്രൂരമായി പീഡിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ തുണി ചുറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ഒരു മുശ്രിക്ക്, അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നാലോചിച്ചു നോക്കണം സഹോദരങ്ങളെ, അവിടുന്ന് ജനിച്ചു വളർന്ന നാടാണത്. 40 വർഷക്കാലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. 40 വർഷക്കാലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായമായിരുന്നു അവർ മുന്തിച്ചിരുന്നത്. അതേ റസൂൽ അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോ, അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് അത് പറയാൻ തുടങ്ങിയപ്പോ, ശിർക്കിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ തുടങ്ങിയപ്പോ, അവിടുന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ കഴുത്തിൽ തുണി ചുറ്റിക്കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പിന്നാലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ആ വ്യക്തിയോട് പറഞ്ഞു, അതഖതുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്നും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നിന്ന് ചോരയൊലിക്കേണ്ട സന്ദർഭമുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോഴും രക്തമൊഴുകുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തു നിന്നും രക്തം തുടച്ചു കൊടുക്കുന്ന സന്ദർഭം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? എന്തിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത്. ത്വാരിഖ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ത്വാരിഖ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുൽമജാസിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ദുൽമജാസിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുവന്ന ഒരു തട്ടം ധരിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളോട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങളത് പ്രഖ്യാപിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ റസൂലിന്റെ പിന്നാലെ കൂടി, റസൂൽ എവിടൊക്കെ പോയി ഇത് പറയുന്നുണ്ടോ അവിടെയെല്ലാം പിന്നാലെ കൂടി ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന് നേരെ കല്ലെറിയുന്നുണ്ട്. റസൂലിന്റെ ദേഹത്തു നിന്ന് ചോരയൊലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ത്വാരിഖ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. ആരാണത് ചെയ്തത് എന്നറിയുമോ സഹോദരങ്ങളെ? ആരാണത് ചെയ്തത് എന്നറിയുമോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ സഹോദരൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ സഹോദരനായ അബൂലഹബാണത് ചെയ്തിരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് ശാരീരികമായി അനുഭവിക്കേണ്ടി വന്ന വേദനയേക്കാൾ എത്രയോ വലുതായിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായി അനുഭവിക്കേണ്ടി വന്നത്. ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ, പരമമായൊരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ജനങ്ങൾ നിത്യനരകത്തിൽ കിടക്കേണ്ടി വരരുത് എന്ന് ചിന്തിച്ചതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷകെട്ടുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമൂഹ മധ്യത്തിൽ വെച്ച് കല്ലെറിഞ്ഞ് അപമാനിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വലിയ ത്യാഗങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ ദീൻ നമുക്ക് എത്തിച്ചു തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ, തൗഹീദ് നമ്മൾ മുറുകെ പിടിച്ചതിന്റെ പേരിൽ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രം ദുആ ചെയ്യുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു ബദരീങ്ങളോടും ഞാൻ ദുആ ചെയ്യുകയില്ല, ഒരു ഔലിയാക്കളെയും ഞാൻ വിളിച്ചു തേടുകയില്ല, ഒരു ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ടും ഞാൻ എന്റെ ആവശ്യങ്ങൾ പറയുകയില്ല. എനിക്കെന്റെ ആവശ്യങ്ങൾ പറയാനുള്ളതോ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ളതോ, എനിക്ക് തവക്കുൽ ചെയ്യാനുള്ളതോ എന്റെ റബ്ബിനോട് മാത്രമാണ്. അഖില ലോകങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ആകാശങ്ങളെ പടച്ച,
ഭൂമിയെ പടച്ച, നമ്മെ പടച്ച, നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനോട് മാത്രം ഞാൻ ദുആ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് ഞാൻ മുറുകെ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ തൗഹീദിന് വിരുദ്ധമായ ശിർക്കിനെതിരെ നിലകൊണ്ടതിന്റെ പേരിൽ, ബിദ്അത്തുകൾക്കെതിരെ നിലകൊണ്ടതിന്റെ പേരിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടോ? നമുക്ക് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടോ? സമൂഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തൂബാലിൽ ഖുറബാ, തൂബാലിൽ ഖുറബാ, അങ്ങനെ അപരിചിതത്വം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് അനുമോദനങ്ങൾ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒരടി പിന്നോട്ട് നമ്മൾ വെക്കാൻ പാടില്ല. ആളുകൾ ആക്ഷേപിക്കട്ടെ, ആളുകൾ പരിഹസിക്കട്ടെ, ആളുകൾ അവർ എന്തും പറയട്ടെ, ഈ ജനങ്ങളെ മുഴുവൻ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആര് വെറുത്താലും ആരാക്ഷേപിച്ചാലും നമുക്കെന്ത് സംഭവിക്കാനാണ് സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ആരൊക്കെ നമ്മളെ പുകഴ്ത്തിപ്പാടാനുണ്ടായാലും അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഏത് സാഹചര്യത്തിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുറുകെ പിടിച്ച് അഭിമാനത്തോടുകൂടെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.